ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സൺഡേ ഫുഡ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ 2-3 സ്പെഷ്യൽ ഡിഷസ് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരിയാണ്. അപ്പോൾ അതാ മുട്ടിക്കുടിയൻ മാങ്ങ ഞാൻ തോല് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, 4-5 എടുത്തിട്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ബീഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതാ സവാളയും ഉപ്പൊക്കെ ഇതാ ബീഫ് ആദ്യം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ വീണ്ടും ഞാനൊരു മൺചട്ടിയിലാണ് എടുത്തിരിക്കണേ. അപ്പം മോരുകറിയൊക്കെ മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളകും പൊടിയും ഇത്തിരി കറിവേപ്പിലയും പിന്നെന്താ ഒരു തുണ്ട് ശർക്കരയും ഞാൻ ഇട്ടിട്ടുണ്ട്. മാമ്പഴപ്പുളിശ്ശേരി ആകുമ്പോൾ ഇത്തിരി മധുരമാവാമല്ലോ. അപ്പോൾ ഇതാ മാങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. തരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇതാ ശർക്കര ഇടുന്നുണ്ട്, വേപ്പിലിട്ടു, അടച്ചു വെച്ചു. അതാ പിന്നെ ഇതാ ബീഫിൽ ഇതാ അപ്പുറത്ത് ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൽ പച്ചമുളക് ഇട്ടു, പിന്നെ കറിവേപ്പിലിട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഇതാ നമ്മുടെ അരപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇവിടെ തേങ്ങ ചിരകിയതും നല്ല ജീരകവും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കാം. പിന്നെ ഇതാ ഞാൻ അപ്പോഴേക്കും ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ആഡ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം അരപ്പിലേക്ക് ഞാൻ കുരുമുളക് ചേർക്കാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സി കഴുകിയിട്ട് ഒന്നും കൂടിയും കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് അതങ്ങനെ തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇളക്കിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തൈര് കുറച്ച് കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മാമ്പഴപ്പുളിശ്ശേരിക്ക് തൈരും കൂടി ചേർത്തു. അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കരുത്, പിരിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അധികം തിളപ്പിച്ചില്ല, ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നമുക്ക് അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടട്ടെ, വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇത്തിരി ഭംഗിയായിരിക്കേണ്ട ഒരു ഗോൾഡൻ കളർ, ഒരു മഞ്ഞ കളറാണല്ലോ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ആവണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കാതെ അടച്ചു വെച്ചു. പിന്നെ നമുക്കിന്ന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അത് നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ വറക്കണേക്കാട്ടി മുന്നേ കുറച്ച് വേപ്പിലയും കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ടു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതാ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചു. ചിക്കൻ വറുത്തത് അടിപൊളിയായിരുന്നു. അപ്പോൾ അതാ എല്ലാം ഇങ്ങനെ സെറ്റാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിൽ. പിന്നെ അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ചും കൂടി വേപ്പിലിട്ടു. ചിക്കൻ വറുത്തതായിക്കൊണ്ടിരിക്കുകയാണ്. കൊതി സഹിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ കായ അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ബീഫ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിലയും കൂടിയിട്ട് കായ മുളകിടാൻ വേണ്ടിയിട്ട് അടുത്ത അടുപ്പിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാനാണ്. 3 കൂടി മാനേജിനിടയിൽ ഇത് ഇത്തിരി ഒന്ന് കരിഞ്ഞു പോയി. സാരല്ല, പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തിരി കഴിഞ്ഞ് പോയി. പിന്നെ അതിൽ മുളകും പൊടി ഇട്ടു. കുത്തുമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാട്ടോ മുളകും പൊടി ഇട്ടത്. അപ്പോൾ അങ്ങനെ വേവിച്ച് വെച്ച് കായ അതിൽ ചേർത്തു. അപ്പുറത്ത് നമ്മുടെ ബീഫ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയിൽ തന്നെ അമ്മ സഹായിക്കുന്നുണ്ട് കേട്ടോ ബീഫിന് വേണ്ടിയിട്ട്. ഞാൻ 3 കൂടിയിട്ടുള്ള മൾട്ടി ടാസ്കിങ് ഒന്നല്ല. അപ്പോൾ അതിലേക്ക് അമ്മ പൊടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വീഡിയോയ്ക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുക്കർ വിസിലടിക്കാൻ വേണ്ടിയിട്ട് അത് ബീഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉപ്പേരി ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ മൂടി വെച്ചു. നമ്മുടെ ബീഫ് ആവാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയി മക്കളെ, എല്ലാ കറികളുമായി. ബീഫ് റെഡി, മാമ്പഴപ്പുളിശ്ശേരി റെഡി, പിന്നെ ചിക്കൻ വറുത്തത് റെഡി, കായ്പ്പേരി റെഡി, ചോറ് റെഡി. അപ്പം ഇനി നമ്മുടെ അടിപൊളി ലഞ്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്.